ഹായ് എവരിവൺ, എല്ലാവർക്കും ക്ലൗഡ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ടോപ്പിക്സ് എന്ന് പറയുന്നത് ടൈപ്സ് ഓഫ് ക്ലൗഡ് സർവീസസ്. IaaS, PaaS, SaaS എന്താണ് ഇത്? ഇവ തമ്മിലുള്ള മേജർ ഡിഫറൻസ് എന്തൊക്കെയാണ്? ഓക്കെ, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ IaaSനെ എങ്ങനെ പറയാം? IaaS, PaaS, SaaS എന്നൊക്കെ വിളിക്കാം. ഓക്കെ, അപ്പോൾ IaaS എന്ന് പറയുന്നത് ഇൻഫ്രാസ്ട്രക്ചർ ആസ് സർവീസ്, PaaS എന്ന് പറയുന്നത് എന്താണ്? പ്ലാറ്റ്ഫോം ആസ് എ സർവീസ്, SaaS സോഫ്റ്റ്വെയർ ആസ് എ സർവീസ്. നമുക്ക് ഡെഫിനിഷനിലേക്ക് പോവാം. മോസ്റ്റ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് സർവീസസ് ഫോൾ ഇൻടു 3 ബ്രോഡ് കാറ്റഗറീസ്. ഏതൊക്കെയാണ്? IaaS, PaaS, SaaS. അപ്പോൾ എല്ലാ കമ്പ്യൂട്ടിംഗ് അല്ലെങ്കിൽ എല്ലാ ക്ലൗഡ് പ്രൊവൈഡേഴ്സുകളും ഈ 3 ടൈപ്പ് സർവീസുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. വരും ക്ലാസ്സുകളിൽ ആരൊക്കെയാണ് ഈ 3 സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്, ഓക്കെ, എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഡിസ്ക്രൈബ് ചെയ്യാം. അപ്പൊ ഇവിടെ ഇത് എന്തിനാണ് യൂസ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാം? ഡെഫിനിഷൻ കൊണ്ട് മനസ്സിലാക്കാൻ പറ്റും. ദീസ് ആർ സംടൈംസ് കോൾഡ് ദ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് സ്റ്റാക്ക് ബിക്കോസ് they build on top of one another. Knowing what they are and how they are different makes it easier to accomplish your business goal. അതായത് നമ്മുടെ ബിസിനസ് ഗോൾ അക്കംപ്ലിഷ് ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ ബിസിനസ് പരമായിട്ട് ഏത് സർവീസ് നമുക്ക് യൂട്ടിലൈസേഷൻ ചെയ്യണം? IaaS വേണോ, അതിൽ PaaS വേണോ, അല്ലെങ്കിൽ SaaS വേണോ എന്ന് നമുക്ക് എന്ത് ചെയ്യാം? വളരെ അധികം എന്ത് ചെയ്യാം? നമുക്ക് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം? ഡിസ്ക്രൈബ് ചെയ്യാം. നമ്മളെ കമ്പനികൾക്ക് അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് പരമായിട്ടുള്ള ഏത് സർവീസിലും നമുക്ക് എന്ത് ചെയ്യണം? സൂട്ടബിൾ ആണ്. നമ്മുടെ സർവീസിന് ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിന് ഏത് സർവീസുകൾ എന്ത് ചെയ്യണം? സൂട്ടബിൾ ആയിരിക്കണം, അല്ലെങ്കിൽ ഏത് ചൂസ് ചെയ്താലായിരിക്കും ഏറ്റവും ബെറ്റർ. ഓക്കെ, അപ്പൊ ഇതൊക്കെ നമ്മുടെ ബിസിനസ് പർപ്പസിന് ബേസ് ചെയ്തിട്ടുള്ള സർവീസുകളാണ്. അപ്പൊ നിങ്ങൾക്കൊരു കമ്പനി ഉണ്ടെങ്കിൽ ആ കമ്പനി ഏത് സർവീസ് യൂട്ടിലൈസേഷൻ ചെയ്യണം? ഇൻഫ്രാസ്ട്രക്ചർ ആസ് എ സർവീസ് യൂസ് ചെയ്യണോ, പ്ലാറ്റ്ഫോം ആസ് എ സർവീസ് യൂസ് ചെയ്യണോ, ഇതിനെ സോഫ്റ്റ്വെയർ ആസ് എ സർവീസ് യൂസ് ചെയ്യണം? ഇൻഫ്രാസ്ട്രക്ചർ ആസ് എ സർവീസ് യൂസ് ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കുക? അതായത് നിങ്ങളുടെ ഇൻഫ്രാസ്ട്രക്ചറുകൾ എവിടെ എന്ത് ചെയ്യാൻ മേക്ക് ചെയ്യുക? അതായത് ക്ലൗഡ് പ്രൊവൈഡേഴ്സിൽ എന്ത് ചെയ്യാം? അല്ലെങ്കിൽ ക്ലൗഡ് പ്രൊവൈഡേഴ്സിന്റെ ഡാറ്റാ സെന്ററിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ മേക്ക് ചെയ്യാം? ഇൻഫ്രാസ്ട്രക്ചർ സർവീസ്, അതായത് നിങ്ങളുടെ കമ്പനികൾക്ക് വേണ്ടിയിട്ടുള്ള വെർച്വൽ മെഷീൻ, ഓക്കെ, അതുപോലെ തന്നെ സ്റ്റോറേജ്, ഓക്കെ, അതുപോലെ തന്നെ VNet, അതായത് വെർച്വൽ നെറ്റ്വർക്ക് എന്ന് പറയാം. ഓക്കെ, അങ്ങനെ അതുപോലെ തന്നെ ലോഡ് ബാലൻസർ, അപ്പോൾ അതുപോലെ തന്നെ VPN, ഇതുപോലത്തുള്ള ടോപ്പിക്കുകൾ, അല്ലെങ്കിൽ സൈറ്റ് ടു സൈറ്റ് VPN, ഇങ്ങനത്തെ ടോപ്പിക്സ്, അതായത് നമ്മുടെ കമ്പ്യൂട്ടിംഗ് സർവീസുകൾ മേജറായിട്ട് നമുക്ക് വേണ്ട ഇൻഫ്രാസ്ട്രക്ചറിന് ആവശ്യമുള്ള സർവീസുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? എവിടെ കീപ്പ് ചെയ്യാൻ? നമ്മുടെ ക്ലൗഡ് പ്രൊവൈഡേഴ്സിൽ അല്ലെങ്കിൽ അവരുടെ ഡാറ്റാ സെന്ററിൽ നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ആണെങ്കിൽ, അങ്ങനത്തെ ഒരു കമ്പനിയാണ് നിങ്ങൾ ഫോക്കസ്, നിങ്ങൾ ഏത് സർവീസ് യൂസ് ചെയ്യണം? ഇൻഫ്രാസ്ട്രക്ചർ ആസ് എ സർവീസ്. എന്നാൽ നിങ്ങളുടെ കമ്പനി എന്ത് ചെയ്യണം? ഒരു സോഫ്റ്റ്വെയർ കമ്പനിയാണ് വിചാരിക്കുക. അപ്പോൾ സോഫ്റ്റ്വെയർ കമ്പനി ആണെങ്കിൽ എന്ത് സംഭവിക്കാം? അവിടെ ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് PaaS ആയിരിക്കണം. എന്തുകൊണ്ടാണ്? വാട്ട്സ് PaaS? പ്ലാറ്റ്ഫോം ആസ് എ സർവീസ്. എന്തുകൊണ്ടായിരിക്കണം ഇത് സോഫ്റ്റ്വെയർ കമ്പനി യൂസ് ചെയ്യാൻ കാരണം? അതായത് ഇപ്പോൾ PaaSനകത്ത് നിങ്ങൾ എപ്പോഴും കോഡിംഗ് ഡെവലപ്പർ, ഓക്കെ, അപ്പൊ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പർ അല്ലെങ്കിൽ അവരുടെ കയ്യിൽ ഒത്തിരി കോഡുകളുണ്ട്. ഈ കോഡുകൾ റൺ ചെയ്യാൻ നല്ല എഫിഷ്യന്റ്, അതായത് നല്ലൊരു ബിഗ് കോഡുകളൊക്കെ ആണെങ്കിൽ, ഇപ്പൊ PUBG പോലെയുള്ള ഗെയിമിംഗ് കോഡുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യണം? നല്ല ഹൈ എഫിഷ്യന്റ് ഒരു സെർവറിൽ നമുക്ക് ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള സെർവറുകൾ നമ്മളെ കമ്പനിയിൽ പർച്ചേസ് ചെയ്യണം. ഒന്ന്, ഓക്കെ, അപ്പോൾ അതിന്റെ ഒരു കോസ്റ്റ് വേറെ ആയിരിക്കും. അപ്പോൾ ആ കോസ്റ്റിംഗ് പ്രോസസ്സ് നമുക്ക് എന്ത് ചെയ്യണം? എഫക്റ്റീവ് ചെയ്യണം, അല്ലെങ്കിൽ കോസ്റ്റ് എഫക്റ്റീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ക്ലൗഡ് പ്രൊവൈഡേഴ്സിനെ കോൺടാക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാം? താൽക്കാലികമായിട്ട് റെന്റിന് പർച്ചേസ് ചെയ്താൽ മതി. അപ്പോൾ എന്ത് സംഭവിക്കും? അതിന്റെ പ്ലാറ്റ്ഫോം ആര് തരും? ആ കോഡ് റൺ ചെയ്യാനുള്ള പ്ലാറ്റ്ഫോം ആര് തരും? ക്ലൗഡ് പ്രൊവൈഡേഴ്സ് തരും. അപ്പൊ നമ്മളെ കോഡ് എന്ത് സംഭവിച്ചാൽ മതി? അവിടെ റൺ ചെയ്താൽ മതി. അവരുടെ സെർവറിലോ അല്ലെങ്കിൽ അവരുടെ മെഷീനകത്ത് റൺ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമുക്കത് ചെക്ക് ചെയ്യാം, എന്തെങ്കിലും ട്രബിൾ ചെയ്യാതെ ട്രബിൾ ഷൂട്ട് ചെയ്യാം, അങ്ങനെ അതിനുശേഷം ലാസ്റ്റ് എല്ലാം എന്ത് ചെയ്യാതെ മേക്ക് ചെയ്യാം. അപ്പൊ അങ്ങനത്തെ ആൾക്കാരാണ്, അങ്ങനത്തെ കമ്പനികളാണ് ഏത് ഉപയോഗിക്കുന്നത്? PaaS യൂസ് ചെയ്യുന്നത്. SaaS എപ്പോഴാണ് യൂസ് ചെയ്യുക? എന്റെ യൂസർ ആണ് എന്ത് സംഭവിക്കുക? SaaS യൂസ് ചെയ്യുന്നത്. ഓക്കെ, SaaS എന്ന് പറയുമ്പോൾ സോഫ്റ്റ്വെയർ ആസ് എ സർവീസ്. ഇപ്പൊ ആപ്ലിക്കേഷൻസ് നമുക്ക് എന്ത് വേണ്ട? ഇൻഫ്രാസ്ട്രക്ചർ ആസ് എ സർവീസ് വേണ്ട, പ്ലാറ്റ്ഫോം ആസ് എ സർവീസ് വേണ്ട, നമുക്ക് എന്ത് മതി? നമുക്ക് പ്രൊഡക്റ്റ് ആപ്ലിക്കേഷനുകൾ മതി.
ഓക്കെ. അപ്പൊ ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം എന്താണ് ഗൂഗിൾ പ്ലേ, അതുപോലെ തന്നെ നമ്മുടെ സ്റ്റോറേജ്, പ്ലേ സ്റ്റോറേജ്. ഓക്കെ. അതുപോലെ തന്നെ നമ്മുടെ മൈക്രോസോഫ്റ്റിന്റെ സോഫ്റ്റ്വെയർ സർവീസിന്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഓഫീസ് 365, അതാണ് എക്സൽ, വേർഡ്, പവർ പോയിന്റ്. ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, എൻഡ് യൂസറിന് യൂട്ടിലൈസേഷൻ ചെയ്യണം. ഓക്കെ. അവർക്ക് എന്ത് ചെയ്യണം, എവിടുന്ന് എന്ത് ചെയ്യണം, അത് ആക്സസ് ചെയ്യണം. ഓക്കെ. സെൻട്രലൈസ്ഡ് അവർക്ക് എന്ത് ചെയ്യണം, ആക്സസ് ചെയ്യണം. ഇന്റർനെറ്റ് ത്രൂ അവർക്ക് എന്ത് ചെയ്യണം, അത് ആക്സസ് ചെയ്യണം. അപ്പൊ അങ്ങനത്തെ കമ്പനികളാണ് ഏത് ഉപയോഗിക്കുക, സോഫ്റ്റ്വെയർ സർവീസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇതാണ്, ഇവിടെ അടിവരേണ്ടത് ബിസിനസ് ഗോൾസ്. നമ്മുടെ ബിസിനസ് ഗോൾസിന് അനുയോജ്യമായിട്ടുള്ള സർവീസുകൾ നമുക്ക് ഇവിടെ ചൂസ് ചെയ്യാം. ഓക്കെ. അപ്പൊ ഒരു ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കും. ഓക്കെ. അപ്പൊ അടുത്ത ഒരു സിനാരി നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ഒന്നുകൂടി വ്യക്തമാവും. നമുക്ക് എന്ത് ചെയ്യാം, മൂവ് ഓൺ ദ നെക്സ്റ്റ് എന്ത് ചെയ്യാം ടോപ്പിക്. ഓക്കെ. ഓക്കെ. ഇവിടെ പറയുന്നത് ഒരു നമുക്ക് കാറിന്റെ ഒരു കോൺസെപ്റ്റ് നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാം. അപ്പൊ കൂടുതൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഓൺ പ്രൈമേഴ്സ് നമ്മുടെ ഇതാണ് ഓൺ പ്രൈമേഴ്സസ്, അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ ആസ് എ സർവീസ്, പ്ലാറ്റ്ഫോം ആസ് എ സർവീസ്, സോഫ്റ്റ്വെയർ ആസ് എ സർവീസ്. ഓക്കെ. അപ്പൊ നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങൾക്കൊരു കാർ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് സംഭവിക്കണം, അതാണ് കാർ ഓൺ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് സ്വന്തമായിട്ടുള്ള കാർ എല്ലാം നമ്മൾ തന്നെ എന്ത് ചെയ്യണം, മാനേജ് ചെയ്യണം. ഡ്രൈവർ നമ്മൾ തന്നെ ആയിരിക്കണം, റോഡ് ടോൾസ് നമ്മൾ തന്നെ കൊടുത്തേക്കണം, ഫ്യൂൽ നമ്മൾ തന്നെ അടിക്കണം. ഓക്കെ. ഗാരേജ് നമ്മൾ തന്നെ ചെയ്യണം. അങ്ങനെ എല്ലാ സംഭവങ്ങളും നമ്മളാണ് ചെയ്യാം. ഓക്കെ. ഫിനാൻസ്, ഓക്കെ, ഇങ്ങനെ സർവീസിങ്, റിന്യൂവബിൾ, ഇൻഷുറൻസ്, ഇതെല്ലാം നമ്മൾ തന്നെ മാനേജ് ചെയ്യണം. ഓക്കെ. അപ്പോ എന്ത് സംഭവിക്കും, ആ കാറിന് എന്ത് സംഭവിക്കുകയാണെങ്കിലും അതിന്റെ ഉത്തരവാദിത്തം നമ്മൾ തന്നെ ആയിരിക്കും. ഇതാണ് എന്ത് ഓൺ പ്രൈമസസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു കമ്പനിയുടെ ഡാറ്റാ സെന്റർ അവർ സ്വന്തമായിട്ട് വയ്ക്കുകയാണെങ്കിൽ ഇതുപോലെ ആയിരിക്കും. എല്ലാം അവർ തന്നെ എന്ത് ചെയ്യണം, അത് ഇംപ്ലിമെന്റേഷൻ ചെയ്യണം, മാനേജ് ചെയ്യണം, അഡ്മിനിസ്ട്രേഷൻ ചെയ്യണം. എന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇൻഫ്രാസ്ട്രക്ചർ സർവീസ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ എന്ത് കാർ ലീസ് എന്ന് പറയുക. അതായത് കാർ നമുക്ക് എന്ത് ചെയ്യാം, 1 വർഷത്തേക്കോ 2 വർഷത്തേക്കോ ലീസിന് മേടിക്കാം. അപ്പൊ അങ്ങനത്തെ ഒരു കോൺസെപ്റ്റിൽ നമുക്ക് എന്ത് സംഭവിക്കാം, ഇവിടെ നമ്മൾ എന്തൊക്കെ മാനേജ് ചെയ്യണം, ഡ്രൈവർ, ഇതൊക്കെ ഡ്രൈവർ നമ്മൾ തന്നെ ആയിരിക്കും. ടോൾ നമ്മൾ കൊടുക്കണം, ഫ്യൂവൽ നമ്മൾ ചെയ്യണം, റോഡ് ടാക്സ് കൊടുക്കണം, ഇൻഷുറൻസ് കൊടുക്കണം, അങ്ങനെ സർവീസിങ്, ഇതെല്ലാം നമ്മൾ ചെയ്യണം. ഓക്കെ. ഇതെന്ത് ചെയ്യും, കാറ്, ഫിനാൻസ്, അതുപോലെ തന്നെ ഡെപ്രിസിയേഷൻസ്, ഇത് ആര് ചെയ്യും, നമ്മുടെ ആരാണോ ഇതിന്റെ ഓണർ അവരെന്ത് ചെയ്തേക്കും. ഓക്കെ. അപ്പൊ അതിന്റെ സർവീസിങ്, റിന്യൂവബിൾ, ഇൻഷുറൻസ്, ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, അതാണ് കാർ ലീസിന് മേടിക്കാന്ന് പറയുന്നത്. ഇത്ര വർഷത്തേക്ക്, 2 വർഷത്തേക്ക്, 3 വർഷത്തേക്ക്. അപ്പൊ ഇതാണ് ഇൻഫ്രാസ്ട്രക്ചർ സർവീസ് എന്ന് പറയുന്നത്. അപ്പൊ ഇൻഫ്രാസ്ട്രക്ചർ സർവീസിനകത്ത് എന്ത് സംഭവിക്കും, നമുക്ക് എന്ത് ചെയ്യണം, ഇതൊക്കെയാണ് എന്ത് സംഭവിക്കുക, ക്ലൗഡ് പ്രൊവൈഡേഴ്സിന് ചെയ്തു തരിക. ഇതെല്ലാം ഇതിനകത്ത് ഒരു എക്സാമ്പിൾ പറയാണ്. ഓക്കെ. അപ്പൊ ഇതേപോലെ ആയിരിക്കും ഇൻഫ്രാസ്ട്രക്ചർ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യണം, നമ്മൾ ആര് മാനേജ് ചെയ്യണം, നമ്മൾ യൂസർ സൈഡ് മാനേജ് ചെയ്യണം. അതായത് ഇൻഫ്രാസ്ട്രക്ചർ സർവീസിനകത്ത് ഇത്രയും കാര്യങ്ങൾ നമ്മൾ സ്വന്തമായിട്ട് മാനേജ് ചെയ്യണം. ഓക്കെ. പ്ലാറ്റ്ഫോം ആസ് എ സർവീസ് ആകുമ്പോൾ എന്ത് സംഭവിക്കും, ഇവിടെ എന്ത്, അപ്പൊ കാർ ഹയേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ സൂം കാർ പോലുള്ള സംഭവം, സൂം കാർ, അല്ലെങ്കിൽ നമ്മൾ 1 മാസത്തേക്കോ 2 മാസത്തേക്കോ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ 15 ദിവസത്തേക്കോ റെന്റിന് മേടിക്കുകയാണ്. അപ്പൊ അങ്ങനത്തെ കോൺസെപ്റ്റിൽ എന്ത് ചെയ്യും, ഇവിടെ സൂം കാറിന്റെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ, നമുക്ക് ഏത് ടൈമിൽ എന്ത് ചെയ്യാം, അത് എന്ത് ചെയ്യാം, സൂം കാർ അവൈലബിൾ ആയിരിക്കും. നമുക്ക് എന്ത് ചെയ്യാം, ഇത്ര മാസത്തേക്കോ അല്ലെങ്കിൽ 1 മാസത്തേക്ക് 2 മാസത്തേക്ക് യൂട്ടിലൈസ് ചെയ്യാം. ഒന്നും പറയണ്ട, നമ്മൾ അതിൽ ഫ്യൂൽ അടിക്കാം, ഡ്രൈവിംഗ് ചെയ്യാം, വേറെ ഒരു പരിപാടിയിലാണ്, ടോൾസും കൊടുക്കുക. ഓക്കെ. അപ്പോൾ അതാണ് ഇതിനകത്ത് ഒരു കണ്ടീഷൻ. ബാക്കിയെല്ലാം എന്ത് സംഭവിക്കും, ആര് മാനേജ് ചെയ്യണം, അതായത് നമ്മുടെ എന്ത് ചെയ്യാം, പ്ലാറ്റ്ഫോംസ് സർവീസ്, അതായത് നമ്മുടെ വെണ്ടർ. ഇത്രയും കാര്യങ്ങൾ വെണ്ടേഴ്സ് മാനേജ് ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യാം, ആ കാറ് മേടിക്കുന്നതാണ്, അതായത് മറ്റേ ഞാൻ പറഞ്ഞത് സൂം നമ്മൾ എന്ത് ചെയ്യുക, യൂസ് ചെയ്യുകയാണെങ്കിൽ, സൂം കാർ യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ തന്നെ മാനേജ് ചെയ്യണം. എന്നാൽ ഈ ടാക്സി ആണെങ്കിലോ, അപ്പോൾ ടാക്സിന്റെ ഒരു എക്സാമ്പിൾ ആണ് സാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒന്നും നമ്മൾ മാനേജ് ചെയ്യണ്ട, എല്ലാം ആര് മാനേജ് ചെയ്യും, വെണ്ടർ, അതായത് ക്ലൗഡ് പ്രൊവൈഡർ. അപ്പോൾ നമുക്ക് ഓൺ പ്രിമിസ് ആണെങ്കിൽ എന്ത് സംഭവിക്കണം, എല്ലാം എന്ത് ചെയ്യണം, നമ്മൾ തന്നെ മാനേജ് ചെയ്യണം, വേറെ ആരും നമ്മളെ ഹെൽപ്പ് ചെയ്യാനില്ല. ലീസിന് മേടിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതായത് ലീസിന് മേടിക്കുകയാണെങ്കിൽ ഇത്തരം സർവീസുകൾ അല്ലെങ്കിൽ ഇത്രയും ഓപ്ഷൻസുകൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ തന്നെ സ്വന്തമായിട്ട് മേക്ക് ചെയ്യണം, മാനേജ് ചെയ്യണം. ഓക്കെ. എന്നാൽ എന്ത് സംഭവിക്കും, അതിനകത്ത് എന്ത് സംഭവിക്കും, വളരെ കുറച്ച് എന്ത് ചെയ്യുക, സർവീസുകൾ മാത്രമേ ആരെന്ത് ചെയ്യുള്ളൂ, സപ്പോർട്ട് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ വെണ്ടേഴ്സ് സപ്പോർട്ട് ചെയ്യുള്ളൂ. ഓക്കെ. പ്ലാറ്റ്ഫോം ആസ് എ സർവീസ് ആകുമ്പോൾ എന്ത് സംഭവിക്കാം, വീണ്ടും നമ്മൾ എന്ത് സംഭവിക്കാം, നമ്മളെ യൂട്ടിലൈസേഷൻ കുറയും, വെണ്ടേഴ്സിന്റെ എന്ത് ചെയ്യും, വെണ്ടേഴ്സിന്റെ യൂട്ടിലൈസേഷൻ കുറയും. അപ്പോൾ വെണ്ടേഴ്സ് ഇതെല്ലാം എന്ത് ചെയ്യും, മാനുഫാക്ചർ ചെയ്തോളൂ, അല്ലെങ്കിൽ വെണ്ടേഴ്സ് ഇതെല്ലാം ക്ലിയർ ചെയ്തോളൂ. നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഇത് മാത്രം നോക്കിയാൽ മതി. എന്നാൽ ഒരു ടാക്സി ആണെങ്കിൽ എന്ത് സംഭവിക്കും, ഒരു കുഴപ്പമില്ല, എന്ത് സംഭവിക്കുക, നമുക്ക്
നമ്മളെ യൂസേജിനനുസരിച്ചുള്ള അല്ലെങ്കിൽ നമ്മുടെ ഡിസ്റ്റൻസിന് അനുസരിച്ചുള്ള എന്ത് സംഭവിക്കും കോസ്റ്റ് കൊടുത്താൽ മതി. വേറെ ഒന്നും നമ്മൾ എന്ത് ചെയ്യണം, അത് മെക്കാനിക്കൽ പ്രോബ്ലം ഒന്നും അറിയേണ്ട ആവശ്യമില്ല. അപ്പൊ ഇതേപോലെ തന്നെ ഇവിടെ മാനേജ്ഡ് ബൈ ക്ലയന്റ്. ഓക്കെ, അതുപോലെ തന്നെ മാനേജ്ഡ് ബൈ സർവീസ് പ്രൊവൈഡർ അല്ലെങ്കിൽ ക്ലൗഡ് പ്രൊവൈഡർ. അപ്പൊ ഇത്രയും സംഭവം ഇതിനകത്ത് ഈ ഒരു എക്സാമ്പിൾ നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഓൺ പ്രൊമൈസ് ആണെങ്കിൽ ആ കമ്പനിയുടെ എല്ലാ ഫീച്ചർ കാര്യങ്ങളും മുഴുവൻ എന്ത് ചെയ്യണം, നമ്മൾ ചെയ്യണം. ഇനി അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ ആസ് എ സർവീസിന് എന്ത് സംഭവിക്കുക, നമുക്ക് എന്ത് സംഭവിക്കുക, കൂടുതൽ നമ്മൾ തന്നെയാണ് അതിനകത്ത് ഇൻവോൾവ് ചെയ്യുന്നത്. ഓക്കെ, വളരെ കുറച്ച് മാത്രമേ ആരെന്ത് ചെയ്യുള്ളൂ, നമ്മൾ വെണ്ടേഴ്സ് എന്ത് ചെയ്യുള്ളൂ, അതായത് ക്ലൗഡ് പ്രൊവൈഡേഴ്സ് ഇൻവോൾവ് ആവും. ഓക്കെ, പ്ലാറ്റ്ഫോം ആസ് എ സർവീസ് എന്ത് സംഭവിക്കും, ഇൻഫ്രാസ്ട്രക്ചർ അനുസരിച്ച് അപേക്ഷിച്ച് കുറച്ച് കൂടുതൽ എന്ത് സംഭവിക്കും, വെണ്ടേഴ്സ് എന്ത് ചെയ്യും, അതിനകത്ത് ബിൽഡ് ചെയ്യും. നമ്മൾ വളരെ കുറച്ച് അതിനകത്ത് എന്ത് ചെയ്യാൻ മതി, ബിൽഡ് ചെയ്താൽ മതി, നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ, അതായത് കോഡിംഗ് മാത്രം കൊടുത്താൽ മതി. ഇതാകുമ്പോൾ സോഫ്റ്റ്വെയർ ആസ് എ സർവീസ് എന്ത് സംഭവിക്കും, എല്ലാം ആരെങ്കിലും ചെയ്യണം, വെണ്ടേഴ്സ്, അതായത് ക്ലൗഡ് പ്രൊവൈഡർ. ഐഡിയ കിട്ടിയാലും വ്യക്തമായിട്ട് ഐഡിയ കിട്ടുന്നതായിരിക്കും. നമുക്ക് അടുത്ത എന്ത് ചെയ്യാം, എക്സാമ്പിളിലേക്ക് പോകാം. ഓക്കെ, ഇതിന് ഓരോ എക്സാമ്പിൾ ഉണ്ട്. ഓക്കെ, അല്ലെങ്കിൽ ഓരോ ഡെഫിനിഷൻ. ഇൻഫ്രാസ്ട്രക്ചർ ആസ് എ സർവീസ് നോക്കൂ. The most basic category of cloud computing services. With infrastructure as a service, you rent IT infrastructure, servers and virtual machines, storage, network, operating system from a cloud provider on a pay as you go basis. അതായത് ഇൻഫ്രാസ്ട്രക്ചർ സർവീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ സംഭവിക്കുക, നമ്മുടെ IT ഇൻഫ്രാസ്ട്രക്ചർ റെന്റിന് എന്ത് ചെയ്യാൻ മേടിക്കുക എന്നുള്ള കോൺസെപ്റ്റാണ്. നമ്മുടെ കമ്പനിക്ക് വേണ്ടിയിട്ട് IT ഇൻഫ്രാസ്ട്രക്ചർ നമ്മുടെ ക്ലൗഡ് പ്രൊവൈഡേഴ്സ് എന്ത് ചെയ്യുക, റെന്റിന് മേടിക്കുക. ഓക്കെ, എന്തൊക്കെയാണ് നമ്മൾ റെന്റ് മേടിക്കുന്നത്, സർവേസ് ആൻഡ് വെർച്വൽ മെഷീൻസ്, സ്റ്റോറേജ്, അതുപോലെ തന്നെ നെറ്റ്വർക്ക്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ ക്യാഷ് കൊടുത്തിട്ട് എന്ത് ചെയ്യാണ്, നമ്മൾ എന്ത് ചെയ്യണം, മേടിക്കുക. ക്യാഷ് കൊടുക്കുക എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കുന്നത് റെന്റിന്. ഓക്കെ, നമ്മൾ യൂസേജിനനുസരിച്ച് എന്ത് സംഭവിക്കുക, ഇതാണ് ഇൻഫ്രാസ്ട്രക്ചർ സർവീസ്. ഓക്കെ, then next ടോപ്പിക്കിലേക്ക് പോകുമ്പോൾ സംഭവിക്കുക, പ്ലാറ്റ്ഫോം ആസ് എ സർവീസ്. ഓക്കെ, അതായത് പാസ് പ്ലാറ്റ്ഫോം ആസ് എ സർവീസ് refers to cloud computing services that supply an on-demand environment for developing, testing, delivering and managing software applications. PaaS is designed to make it easier for developers to quickly create web or mobile apps without worrying about setting up or managing the underlying infrastructure of servers, storage, network and databases needed for development. അപ്പൊ നോർമലി നിങ്ങളൊരു ഓൺ പ്രമിസ് ആണെങ്കിൽ എന്ത് സംഭവിക്കണം, നമുക്ക് ആ ഒരു കോഡിങ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു സംഭവങ്ങൾ ടെസ്റ്റ് ചെയ്യാൻ, ഓക്കെ, അതുപോലെ ഡെലിവറി ചെയ്യാൻ, മാനേജിങ് സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ ചെക്ക് ചെയ്യാൻ, അതിനനുസരിച്ച് റിസോഴ്സ് നമുക്ക് ആവശ്യം വേണ്ടി വരും സ്വന്തമായിട്ട്. അപ്പൊ അതിന്റെ സർവീസ്, സ്റ്റോറേജ്, നെറ്റ്വർക്ക് ആൻഡ് ഡാറ്റാബേസ് നീഡ്. അപ്പോൾ ഇതെല്ലാം ഡെവലപ്മെന്റ് എന്ത് ചെയ്യണം, അതിൽ ഡെവലപ്പിംഗ് ആൾക്കാർ എന്ത് സംഭവിക്കണം, അതായത് ചെക്ക് ചെയ്യണം. അപ്പൊ നമുക്ക് അതിന് സെർവർ ഉണ്ടോ, സ്റ്റോറേജ് ഓക്കെ ആണോ, ഡാറ്റാബേസ് ഓക്കെ ആണോ എന്നൊക്കെ എല്ലാം ചെക്ക് ചെയ്യണം. എന്നാൽ എന്ത് സംഭവിക്കും, ക്ലൗഡ് പ്രൊവൈഡർ എന്ന കോൺസെപ്റ്റ് ഉണ്ടായതുകൊണ്ട് എന്ത് സംഭവിക്കുക, ഇതെല്ലാം ആര് മാനേജ് ചെയ്തു, ക്ലൗഡ് പ്രൊവൈഡർ ചെക്ക് ചെയ്തോളും. ഇതൊന്നും പറയേണ്ട ആവശ്യമില്ല. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോഡിംഗ് ഉണ്ടെങ്കിൽ അവർക്ക് ഡെവലപ്പിംഗ് ആവശ്യമുള്ള സംഭവങ്ങൾ ടെസ്റ്റിംഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ എന്ത് ചെയ്യുക, അവരുടെ ആപ്ലിക്കേഷൻസുകൾ എന്ത് ചെയ്യണം, മാനേജ് ചെയ്യാനോ അല്ലെങ്കിൽ ഡെലിവറി ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കാം, അതാണ് ഡിമാൻഡ്, ഓൺ ഡിമാൻഡ്. നമ്മുടെ ആ കമ്പനിക്ക് വേണ്ടി എന്ത് ഡിമാൻഡോ അതിനനുസരിച്ച് എന്ത് സംഭവിക്കാം, നമുക്ക് ആരെ കോൺടാക്ട് ചെയ്യാം, ക്ലൗഡ് പ്രൊവൈഡേഴ്സിനെ കോൺടാക്ട് ചെയ്യാം. അപ്പൊ അവരെന്ത് തരും, പ്ലാറ്റ്ഫോം ആസ് എ സർവീസ് നമുക്ക് എന്ത് ചെയ്യും, പ്ലാറ്റ്ഫോം തരും. അപ്പൊ പ്ലാറ്റ്ഫോം എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിൽ കുറച്ച് കോഡ് ഉണ്ടെങ്കിൽ ആ കോഡ് റൺ ചെയ്യാനുള്ള സെർവറുകൾ, സ്റ്റോറേജുകൾ, ഡാറ്റാബേസുകൾ, ഇതെല്ലാം ആര് തരും, നമ്മുടെ പ്ലാറ്റ്ഫോംസ് സർവീസ് തരും, അതായത് ക്ലൗഡ് പ്രൊവൈഡേഴ്സ് തരും. ഓക്കെ, ഇപ്പോൾ പബ്ജി പോലുള്ള ഗെയിം, ഞാൻ നേരത്തെ പറഞ്ഞത് പബ്ജി പോലുള്ള ഗെയിമുകൾ, അതുപോലെ തന്നെ GTA പോലുള്ള ഗെയിമുകൾ, ഇതൊക്കെ റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അത്യാവശ്യം നല്ല ഹൈ എഫിഷ്യന്റ് സിസ്റ്റങ്ങൾ ആവശ്യമുണ്ട്, സെർവറുകൾ. ഓക്കെ, അപ്പൊ ഇതൊക്കെ എന്ത് ചെയ്യും, ആര് തരുന്നുണ്ട്, നമ്മുടെ ക്ലൗഡ് പ്രൊവൈഡേഴ്സ് തരുന്നുണ്ട്. അവരെ കോണ്ടാക്ട് ചെയ്യാൻ മതി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ആ കോഡ് റൺ ചെയ്യാനുള്ള കോസ്റ്റ് നമ്മൾ കൊടുത്താൽ മതി, അല്ലെങ്കിൽ ആ സെർവർ എത്ര വരെ നമ്മൾ യൂട്ടിലൈസേഷൻ അതിനനുസരിച്ച് കോസ്റ്റ് കൊടുത്താൽ മതി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ട, അത് പർച്ചേസിന്റെ ആവശ്യം വരുന്നില്ല. Okay, move on the next topic, then software as a service. Okay, SaaS is a method for delivering software applications over the internet on demand and typically on a subscription basis. With the SaaS, cloud providers host and manage the software application and underlying infrastructure and handle any maintenance like software upgrades and security patching. Users connect to the application of the internet, usually with a web browser,
ഓൺ ദെയർ ഫോൺ, ടാബ്ലറ്റ് ഓർ PC. ഓക്കെ, അതായത് SaaS യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതായത് വെണ്ടറാണ്, അതായത് ക്ലൗഡ് പ്രൊവൈഡേഴ്സാണ് എല്ലാം ചെയ്തു തരുന്നത്. എന്ത് ചെയ്യേണ്ട, നമ്മുടെ സൈഡിൽ ഒന്നും അറിയണ്ട, നമ്മൾ ജസ്റ്റ് ബ്രൗസ് ചെയ്യുക, അവർ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുക, എത്ര മാത്രമേ അതിന്റെ മെയിൻ്റെനൻസ് ഒന്നും നമ്മൾ അറിയേണ്ട ആവശ്യം. ഓക്കെ, എന്താണ് നമ്മൾ യൂസ് ചെയ്താൽ മതി, യൂസേജ് അനുസരിച്ചുള്ള ക്യാഷ് ഉണ്ട്, അത് സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഒന്നുമില്ല, നമ്മൾ സബ്സ്ക്രിപ്ഷൻ കോൺസെപ്റ്റ് ഏതൊക്കെയാണ്? ഇപ്പൊ നോർമലി നിങ്ങൾക്ക് അറിയാവുന്നത് പോലെ എന്ത് ചെയ്യാണ്, നമ്മുടെ നെറ്റ്ഫ്ലിക്സ്, ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഹോട്ട്സ്റ്റാർ, ഇതൊക്കെ എന്താ സംഭവിക്കുന്നത്? ഇതൊന്നും നമുക്ക് എന്ത് ചെയ്യണം, ഒരു ഇതും നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം. നമ്മൾ അതിനകത്ത് സബ്സ്ക്രിപ്ഷൻ ചെയ്യുന്നു, ക്യാഷ് കൊടുക്കുന്നു, അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു, നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനകത്ത് എന്ത് ചെയ്യുന്നു, നമ്മുടെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, വാച്ച് ചെയ്യുന്നു, ഫിലിമുകളും അതുപോലെ തന്നെ ഇങ്ങനത്തെ പർപ്പസുകളും വാച്ച് ചെയ്യുന്നു. നമ്മൾ എന്ത് സംഭവിക്കുന്നു ഒന്നും അറിയണം, നമുക്ക് നെറ്റ് മതി, ഇന്റർനെറ്റ് ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ അവർ പെയ്ഡ് ആണെങ്കിൽ എന്ത് സംഭവിക്കാം, അതിനകത്തുള്ള റിസോഴ്സുകൾ എന്തെങ്കിലും സംഭവിക്കാം, നമുക്ക് എന്ത് ചെയ്യാം, ആക്സസ് ചെയ്യാം. ഇതാണ് എന്ത് സോഫ്റ്റ്വെയർ ആസ് എ സർവീസ്. അപ്പൊ അതുകൊണ്ട് എന്ത് സംഭവിക്കും, ഇവിടെ എന്ത് സംഭവിക്കുക, ആ സോഫ്റ്റ്വെയർ അപ്ഗ്രേഡ്സ് ആൻഡ് സെക്യൂരിറ്റി പാച്ചിങ് നമ്മൾ എന്ത് ചെയ്യേണ്ട, അറിയേണ്ട ആവശ്യമില്ല. അത് കാര്യം ചെയ്തോളൂ, ഇന്റർനെറ്റ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക് എന്ത് ചെയ്യും, നമ്മുടെ ക്ലൗഡ് പ്രൊവൈഡേഴ്സ് ചെയ്തോളൂ. ഓക്കെ, അപ്പോൾ ഏറ്റവും ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ Office 365 ഒക്കെ ഏതിന്റെ നല്ലൊരു എക്സാമ്പിൾ ആണ്, നമ്മുടെ SaaSന്റെ ശരിക്കും എക്സാമ്പിൾ ആണ്. ഓക്കെ, അതായത് നമ്മുടെ ഓഫീസ് ആദ്യകാലത്ത് നമ്മുടെ ഓഫീസിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന MS ഓഫീസിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ക്ലയന്റിൽ, നമ്മുടെ കമ്പ്യൂട്ടർ, നമ്മുടെ ഫേമിലത്തെ എത്ര ക്ലയന്റ്, ആ ക്ലയന്റിലൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ എന്ത് ചെയ്യണം, അതായത് അത് ഇൻസ്റ്റാൾ ചെയ്യണം. ഓക്കെ, ഒരു 500 ക്ലയന്റ് ഉണ്ടെങ്കിൽ ഒരു 1000 ക്ലയന്റ്, അതെല്ലാം എന്ത് ചെയ്യണം, ആ യൂസേഴ്സിന് ആവശ്യമുള്ള എന്ത് ചെയ്യണം, സർവീസുകളായിരുന്നു അല്ലെങ്കിൽ സോഫ്റ്റ്വെയറുകളായിരുന്നു. അപ്പൊ അതൊക്കെ നമ്മൾ അതിനകത്ത് റൺ ചെയ്യണം. അപ്പോൾ റൺ ചെയ്യാൻ അതിനനുസരിച്ചുള്ള മെഷീനുകൾ വേണ്ടി വരും. ഓക്കെ, അതിനനുസരിച്ചുള്ള ഹാർഡ്വെയർ മെഷീനുകൾ വേണ്ടി വരും. എന്നാൽ ഓഫീസ് ഇപ്പൊ എന്ത് കോൺസെപ്റ്റ്, ക്ലൗഡിലേക്ക് അത് മാറിയതുകൊണ്ട് എന്ത് സംഭവിക്കുക, ഒന്നുമില്ല, നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, എന്ത് മതി, ബ്രൗസർ യൂസ് ചെയ്തിട്ട് എന്ത് സംഭവിക്കുക, നമുക്ക് നെറ്റ് ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കാം, അവരുടെ ക്ലൗഡ് പ്രൊവൈഡേഴ്സിൽ നിന്നും ഇത് റെന്റിന് നമുക്ക് എന്ത് ചെയ്യാം, പർച്ചേസ് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഒരു വറി ആവേണ്ട എന്താ ആവശ്യമില്ല. നമ്മളെ കമ്പ്യൂട്ടർ എന്തെങ്കിലും പ്രോബ്ലം പറ്റി കഴിഞ്ഞാൽ, ഓക്കെ, നോർമലി നേരത്തെ എന്ത് ചെയ്യുന്നു, ഓൺ പ്രിമിസ് ആണെങ്കിൽ നമ്മൾ കമ്പ്യൂട്ടർ എന്തെങ്കിലും കംപ്ലൈന്റ് പറ്റി കഴിഞ്ഞാൽ പിന്നെ ആ സോഫ്റ്റ്വെയർ അവിടെ വർക്ക് ചെയ്തില്ല, പിന്നെ പുതിയ എന്ത് ചെയ്യാം, കമ്പ്യൂട്ടർ പർച്ചേസ് ചെയ്ത് അതിന് എന്ത് ചെയ്യണം, അത് ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ അല്ലെങ്കിൽ എന്ത് സംഭവിക്കണം, ആ കമ്പ്യൂട്ടർ നന്നാക്കിയിട്ട് വേണം എന്ത് ചെയ്യാൻ, അത് നമുക്ക് യൂട്ടിലൈസേഷൻ ചെയ്യാം. അപ്പൊ അതൊന്നും നമുക്ക് വറി ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് ജസ്റ്റ് ഒരു ഇന്റർനെറ്റോ അങ്ങനത്തെ കാര്യങ്ങൾ മതി. ഇപ്പൊ ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ സർവീസിന് ശരിക്കും പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ ഇന്റർനെറ്റ് ഡെഡിക്കേറ്റഡ് ആയിരിക്കണം, അത്രയോ, വേറെ പ്രശ്നങ്ങൾ വരുന്നില്ല. ഓക്കെ, ദെൻ അപ്പൊ ഇതിന്റെ ഒരു മോഡൽ നമുക്ക് നോക്കാം, സർവീസ് മോഡൽ. ഓക്കെ, SaaS ആണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതിന് വെബ് ബ്രൗസർ മതി, നമുക്ക് വേറൊന്നും ആവശ്യമില്ല. അതാണ് മെയിൻ ആക്സസ് ആൻഡ് മാനേജ്മെന്റ് ടൂൾ. സർവീസ് കണ്ടന്റ് എന്ന് പറയുന്നത് അതായത് ക്ലൗഡ് ആപ്ലിക്കേഷൻസ്, സോഷ്യൽ നെറ്റ്വർക്ക്സ് എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് സോഷ്യൽ നെറ്റ്വർക്ക്സുകളുണ്ട്, ഒരുപാട് സോഷ്യൽ സൈറ്റുകളുണ്ട്. ഓക്കെ, നമ്മളൊന്നും അറിയേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഫേസ്ബുക്ക് ആണെങ്കിലും അതുപോലെ തന്നെ ട്വിറ്റർ ആണെങ്കിലും ഒക്കെ നമ്മൾ അവരുടെ എന്ത് ചെയ്യുക, റിസോഴ്സുകൾ യൂട്ടിലൈസേഷൻ ചെയ്യണം, വേറെ ഒന്നും നമ്മൾ അറിയുന്നില്ല. ഇതിന്റെ സെർവർ നമ്മൾ എന്ത് ചെയ്യും, ഡൗൺ ആയി നമ്മൾ അറിയേണ്ട ആവശ്യമില്ല. ഓക്കെ, അതിനകത്ത് എന്തെങ്കിലും മെയിൻ്റെനൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ അറിയേണ്ട ആവശ്യമില്ല, ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, പിന്നെ ഓഫീസ് സ്യൂട്ട് എന്ന് പറഞ്ഞാൽ നേരത്തെ MS ഓഫീസ്, പിന്നെ CRM, വീഡിയോ പ്രോസസ്സിംഗ്, ഇങ്ങനത്തെ കോൺസെപ്റ്റുകളൊക്കെയാണ് ഇതിനകത്ത് വരിക, SaaSനകത്ത് വരിക. PaaSനകത്ത് വരുന്നത് ക്ലൗഡ് ഡെവലപ്മെന്റ് എൻവയോൺമെന്റ്. ഓക്കെ, ഡെവലപ്പിംഗ് എൻവയോൺമെന്റ്, അതായത് സോഫ്റ്റ്വെയർ മേക്കിംഗ് കമ്പനികളാണ് ഏത് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്, PaaS കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഒരു എക്സാമ്പിൾ പറയാൻ ക്ലൗഡ് പ്ലാറ്റ്ഫോം, പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, ഫ്രെയിംവർക്ക്, എഡിറ്റേഴ്സ്, സ്ട്രക്ചേർഡ് ഡാറ്റ, ഇവരൊക്കെയാണ് എന്ത് സംഭവിക്കുന്നത്, ഇത്രയും കാര്യങ്ങൾ. ഓക്കെ, സ്ട്രക്ചേർഡ് ഡാറ്റ, ഇവരാണ് എന്ത് സംഭവിക്കുന്നത്, ഏത് PaaS യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനത്തെ കമ്പനികൾക്ക്, പ്രോഗ്രാമിംഗ് ചെയ്യുന്ന കമ്പനികൾ, അല്ലെങ്കിൽ കോഡിംഗ് ചെയ്യുന്ന കമ്പനികൾ, അല്ലെങ്കിൽ എഡിറ്റിംഗ് ചെയ്യുന്ന കമ്പനികൾക്ക് എന്ത് സംഭവിക്കാം, അപ്പൊ എഡിറ്റിംഗ് എന്ന് പറയുന്ന നല്ല ഹെവി വർക്ക് ഒക്കെ എഡിറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് എന്ത് സംഭവിക്കണം, അത്രയും നല്ലൊരു സെർവർ വേണം, നല്ല ഗ്രാഫിക്സ് സപ്പോർട്ട് സെർവർ വേണം. ഓക്കെ, അല്ലെങ്കിൽ എന്ത് ചെയ്യണം, വോയിസ് വേണം, അതിനനുസരിച്ചുള്ള ആപ്ലിക്കേഷൻ വേണം. അപ്പൊ ഇതെല്ലാം ആര് ചെയ്യും, ഒരു ക്ലൗഡ് പ്രൊവൈഡേഴ്സ് തരികയാണെങ്കിൽ എന്ത് ചെയ്യും, അത് യൂസ് ചെയ്ത് നമുക്ക് റെന്റിന് നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് ആവശ്യം വരുന്ന വർക്കിനനുസരിച്ച് എന്ത് ചെയ്യാം, ക്യാഷ് കൊടുത്താൽ മതി. മറ്റേ സംഭവിക്കാം, വർക്ക് ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ വെറുതെ ഇരിക്കേണ്ടി വരും, നമ്മൾ ആ ക്യാഷ് വെറുതെ വേസ്റ്റ് ആണ്. അപ്പോൾ വർക്ക് ഉണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യാം, നമുക്ക് എന്ത് ചെയ്യാം, റെന്റിന് മേടിക്കാം. മറ്റേ നമ്മൾ എന്ത് സംഭവിക്കും, വർക്ക് ഇല്ലെങ്കിൽ പോലും എന്ത് സംഭവിക്കുക, അത്ര നല്ലൊരു എഫിഷ്യന്റ് സെർവർ അവിടെ മേടിച്ച് വെച്ചേക്കും. മനസ്സിലായോ, ഓൺ പ്രിമിസ് ആണെങ്കിൽ കേട്ടോ. ദെൻ അടുത്ത എന്താണ്, ഇൻഫ്രാസ്ട്രക്ചർ ആസ് എ സർവീസ്. നമ്മുടെ കമ്പനിക്ക് ആവശ്യമുള്ള എന്ത് ചെയ്യാണ്, വിഷ്വൽ ഇൻഫ്രാസ്ട്രക്ചർ മാനേജ്മെന്റിനകത്ത് എന്താ നമ്മുടെ മെയിൻ ആക്സസ് മാനേജ്മെന്റ് ടൂൾ എന്ന് പറയുന്നത്. നമ്മുടെ എന്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറിന് ആവശ്യമുള്ള വെർച്വൽ മെഷീനുകൾ, കമ്പ്യൂട്ടിംഗ് ഡിവൈസ്, അത് കമ്പ്യൂട്ടിംഗ് സർവീസുകളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത് ഞങ്ങൾ എന്ത് ഇൻഫ്രാസ്ട്രക്ചർ ആസ് എ സർവീസ്. അപ്പൊ അങ്ങനത്തെ കമ്പനികൾ, അപ്പൊ നിങ്ങളെ കമ്പനികൾക്ക് എന്ത് വേണം, ഇപ്പോൾ വെർച്വൽ മെഷീൻ വേണം, അതായത് നിങ്ങൾക്ക് സെർവർ വേണം, അതുപോലെ തന്നെ സ്റ്റോറേജ് വേണം. ഓക്കെ, അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡാറ്റാബേസ് വേണം, അതുപോലെ ലോഡ് ബാലൻസർ, ഫയർ വാൾ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേണം. അപ്പൊ അങ്ങനത്തെ കോൺസെപ്റ്റാണ് ഉപയോഗിക്കുന്നത് ക്ലൗഡ് ഇൻഫ്രാസ്ട്രക്ചർ ഞങ്ങൾ കോണ്ടാക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ എന്ത് സംഭവിക്കാം, കമ്പ്യൂട്ടർ സർവീസ്, ഡാറ്റ സ്റ്റോറേജ്, ഫയർ വാൾ, ലോഡ് ബാലൻസർ. അപ്പോൾ ഒരു ഓൺ പ്രിമിസ് ആണെങ്കിൽ ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം,
പർച്ചേസ് ചെയ്യണം. അപ്പോൾ ഇതിന് ഇനീഷ്യൽ കോസ്റ്റ് എന്ന് പറയുന്നത് കുറച്ച് ഹെവി ആയിരിക്കും. അപ്പോൾ അത് റെഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നേരെ എന്ത് ചെയ്യാം, ക്ലൗഡ് പ്രൊവൈഡേഴ്സിനെ കോൺടാക്ട് ചെയ്തിട്ട് നമ്മൾ കമ്പനിക്ക് വേണ്ടിയുള്ള ഇൻഫ്രാസ്ട്രക്ചർ അവിടെ എന്ത് ചെയ്യാം, ക്രിയേറ്റ് ചെയ്യാം, മേക്ക് ചെയ്യാം. ഓക്കെ. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യാം, അതിനനുസരിച്ച് യൂസേജിനനുസരിച്ച് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, അവർക്ക് എന്ത് ചെയ്യാം, പേയ്മെന്റ് കൊടുത്താൽ മതി. ഇതാണ് ഇതിന്റെ ഒരു ബേസിക് ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി നമുക്ക് നേരെ എന്ത് ചെയ്യാം, നമ്മുടെ ക്ലൗഡ് സർവീസ് നമ്മൾ നേരത്തെ എന്ത് ചെയ്യും, ഒരു കാറിന്റെ സ്ഥിര അനുസരിച്ച് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്തത് ആരൊക്കെ മാനേജ് ചെയ്യണം. ഓക്കെ. കാർ ഏതെങ്കിലും രൂപത്തിൽ മാനേജ് ചെയ്യുന്ന മെത്തേഡ് നമ്മൾ മനസ്സിലായിട്ടുണ്ട്. അത് നേരെ നമ്മൾ എന്ത് ചെയ്യാം, ക്ലൗഡ് സർവീസിനെ ബേസ് ചെയ്ത് പറയുകയാണ്. ഓൺ പ്രിമിസ് എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ വരുന്ന എല്ലാ കാര്യങ്ങളും നെറ്റ്വർക്കിംഗ്, സ്റ്റോറേജ്, സർവീസ്, വെർച്വലൈസേഷൻ, OS, മിഡിൽ വെയർ, റൺ ടൈം, ഡാറ്റ, ആപ്ലിക്കേഷൻ, ഇതെല്ലാം ആ കമ്പനിയും അതുപോലെ തന്നെ ആ കമ്പനി അഡ്മിനിസ്ട്രേറ്റർമാരാണ് മേക്ക് ചെയ്യേണ്ടതും അവരാണ് എന്ത് ചെയ്യുന്നത്, ഫോക്കസ് ചെയ്യുന്നത്. ഇതിനകത്ത് എന്ത് പ്രോബ്ലം വന്നാലും എന്ത് ചെയ്യണം, ആ കമ്പനി എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യണം. ആ കമ്പനി എന്ത് സംഭവിക്കണം, ഫുള്ള് എന്ത് ചെയ്യണം, മറ്റേ ഇൻവോൾവ് ആയിരിക്കും. വേറെ ആരും അതിൽ ഇൻവോൾവ് അല്ല, ആ കമ്പനി മാത്രമായിരിക്കും. ഓക്കെ. അപ്പൊ കമ്പനിക്ക് സ്വന്തമായിട്ട് ഡാറ്റാ സെന്റർ ഉണ്ടെങ്കിൽ അതിന്റെ ഫുൾ റണ്ണിങ് ടൈം, ഓക്കെ, അതിന്റെ അപ്ഗ്രേഡേഷൻ, ഇതിന്റെ നെറ്റ്വർക്കിംഗ്, ലേറ്റൻസി, സ്റ്റോറേജ് എക്സ്പാൻഷൻ, ഓക്കെ, വെർച്വലൈസേഷൻ, ഇതെല്ലാം എന്ത് ചെയ്യണം, ആ കമ്പനി ചെയ്യണം. ഓക്കെ. വേറെ ആരും ചെയ്യേണ്ട. അതേപോലെ ഇൻഫ്രാസ്ട്രക്ചർ ആസ് എ സർവീസ് ആണെങ്കിൽ എന്ത് സംഭവിക്കും, ഇവിടെ വെണ്ടേഴ്സ് ഇത്രയും കാര്യങ്ങൾ ചെയ്യും കേട്ടോ. വെണ്ടേഴ്സ് എന്ന് പറയുന്നത് ഈ ഗ്രീൻ ഒരു കാണുന്നുണ്ടല്ലോ, ഇവരാണ് വെണ്ടേഴ്സ്. ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യാം, വെണ്ടേഴ്സ് ചെയ്യും. ഓക്കെ. പിന്നെ മാനേജ്, നമ്മളാണ് ഇത്രയും കാര്യങ്ങൾ നമുക്ക് മാനേജ് ചെയ്യാം. വെണ്ടേഴ്സ് തരുന്നത് ഏതൊക്കെയാണ്, നെറ്റ്വർക്കിംഗ്, സ്റ്റോറേജ്, സർവീസ്, വെർച്വലൈസേഷൻ, ഇതെല്ലാം തരും. OS നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ പർച്ചേസ് ചെയ്യണം, നമ്മൾ അതിന് വേണ്ട അപ്ഡേഷൻ കാര്യങ്ങളും ചെയ്യണം, മിഡിൽ വെയർ നമ്മൾ എന്ത് ചെയ്യണം. ഓക്കെ. അതുപോലെ റൺ ടൈം, ഓക്കെ, എത്ര പേര് നമുക്ക് എന്ത് ചെയ്യണം, റണ്ണിങ് ചെയ്യണം. ഓക്കെ. ഡാറ്റ നമ്മൾ തന്നെ ചെയ്യണം. ആപ്ലിക്കേഷൻ, ഇതും നമ്മൾ തന്നെ എന്ത് ചെയ്യണം, അതിനകത്ത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്ത് സംഭവിക്കുന്നത്, ഏത് ചെയ്യുകയാണെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ സർവീസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ മാനേജ് ചെയ്യേണ്ടത്. ഓക്കെ. ബാക്കി ഇതെല്ലാം ആര് തരും, നമ്മുടെ എന്ത് വരും, ഇൻഫ്രാസ്ട്രക്ചർ വെണ്ടറുകൾ തരും. ക്ലിയർ ആണല്ലോ. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ പ്ലാറ്റ്ഫോം ആസ് എ സർവീസിനകത്ത് ഇത്രയും കാര്യങ്ങൾ, അത് ഞാൻ നേരത്തെ പറഞ്ഞത് റൺ ടൈം വരെ ആര് എന്ത് ചെയ്യും, മാനേജ് ചെയ്യും, വെണ്ടേഴ്സ് മാനേജ് ചെയ്യും. ബാക്കി ഒന്നും അറിയേണ്ട ആവശ്യമില്ല. നമ്മുടെ കൺസെപ്റ്റ് എന്ത് ചെയ്യും, ഡാറ്റയും ആപ്ലിക്കേഷൻസും മാത്രം നോക്കിയാൽ മതി. ഓക്കെ. ഡാറ്റ എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള കോഡിങ്, അതുപോലെ തന്നെ ഡെവലപ്പിംഗ് എന്ത് ചെയ്യുക, ലാംഗ്വേജുകൾ, ഓക്കെ, അതുപോലെ തന്നെ ഇങ്ങനത്തെ പല എന്ത് ചെയ്യുക ആപ്ലിക്കേഷൻസ്, ഇതെല്ലാം നമ്മളോട് എന്ത് ചെയ്യുക, ബിൽഡ് ചെയ്താൽ മതി. അത് മാത്രമേ നമ്മൾ മാനേജ് ചെയ്യാൻ മതി, വേറെ നമ്മൾ മാനേജ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ. സോഫ്റ്റ്വെയർ ആസ് എ സർവീസ് ആകുമ്പോൾ എന്ത് സംഭവിക്കും, ഒരു കുഴപ്പമില്ല. അതായത് വെണ്ടറാണ് ഫുള്ളായിട്ട് മാനേജ് ചെയ്യേണ്ടത്, യൂസർ സൈഡിൽ ഒന്നും മാനേജ് ചെയ്തിട്ടില്ല. ഓക്കെ. ലൈക്ക് ഏതുപോലെയാണ് നമ്മൾ പറഞ്ഞത്, ടാക്സി എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒന്നും നമ്മൾ ചെയ്യേണ്ട, നമ്മളൊരു എന്ത് ചെയ്യുക, അതിൽ യാത്ര ചെയ്താൽ മതി. അതൊക്കെ ആ ടാക്സി വരുന്ന ഒരു മെയിൻ്റെനൻസും അതുപോലെ തന്നെ അതിന്റെ ടാക്സ്, ടോൾസ്, ഇങ്ങനത്തെ സംഭവം നമ്മൾ മാനേജ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ. അപ്പൊ ഇതാണ് ശരിക്കും ഈ ക്ലൗഡ് സർവീസസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 3 ടൈപ്പ് ക്ലൗഡ് സർവീസ്: ഇൻഫ്രാസ്ട്രക്ചർ, പ്ലാറ്റ്ഫോം, സോഫ്റ്റ്വെയർ. അപ്പൊ ക്ലൗഡ് ഇല്ലാത്തൊരു കോൺസെപ്റ്റില് ഇവിടെ എല്ലാവരും യൂസ് ചെയ്തത് ഏത് മെത്തേഡായിരുന്നു, ഓൺ പ്രീമിയസ് ആയിരിക്കുന്ന മെത്തേഡായിരുന്നു. അപ്പൊ ഇവിടെ എന്ത് സംഭവിക്കണം, അതിനനുസരിച്ച് നല്ല ഹാർഡ്വെയർ വേണം. അത് നല്ലൊരു ഇതിന് ടെക്നോളജി എന്ത് ചെയ്യാൻ സ്പെഷ്യലിസ്റ്റുകളായിരിക്കുന്ന എന്ത് ചെയ്യണം, IT പ്രൊഫഷണൽമാരുകൾ വേണ്ടി വരും. ഓക്കെ. അതുപോലെ തന്നെ നമുക്ക് ഡെഡിക്കേറ്റഡ് സെർവർ റൂമുകൾ ആവശ്യം വരും. അതുപോലെ തന്നെ നമുക്ക് നല്ല ഹൈ എഫിഷ്യന്റ് എന്ത് ചെയ്യണം, നമ്മുടെ കൂളിംഗ് സിസ്റ്റം നമുക്ക് എന്ത് ചെയ്യണം, മേക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ ഒരുപാട് എന്ത് ചെയ്യും. അതുപോലെ തന്നെ അതിന് നല്ലൊരു ഏരിയ വേണ്ടി വരും. നെറ്റ്വർക്കിംഗ് നമ്മൾ തന്നെ ചെയ്യേണ്ടി വരും. അങ്ങനെ എല്ലാവിധ കാര്യങ്ങളും ഓൺ പ്രീമിസ് നമ്മൾ ചെയ്യേണ്ടി വരും. ഇൻഫ്രാസ്ട്രക്ചർ ആസ് എ സർവീസ് ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ മതി. ഏതാണ്, നമ്മുടെ നെറ്റ്വർക്കിംഗ് നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല, സ്റ്റോറേജ് ചെയ്യേണ്ട ആവശ്യം, സർവീസ്, ഇതെല്ലാം ആര് തരും, നമ്മുടെ ക്ലൗഡ് പ്രൊവൈഡേഴ്സ് തരും. നമുക്ക് വേണ്ടത് OS, നമ്മൾ മിഡിൽ വെയർ, റൺ ടൈം, ഡാറ്റ, ആപ്ലിക്കേഷൻ, ഇതെല്ലാം നമ്മൾ ചെയ്യും. ഓക്കെ. പ്ലാറ്റ്ഫോം ആസ് എ സർവീസ് ആകുമ്പോൾ എന്ത് സംഭവിക്കും, നമുക്ക് ആപ്ലിക്കേഷൻ ഡാറ്റ മാത്രമേ നമ്മൾ മാനേജ് ചെയ്യാൻ മതി, വേറെ ഒന്നും നമ്മൾ മാനേജ് ചെയ്യേണ്ട. സോഫ്റ്റ്വെയറിനകത്ത് നമ്മൾ ഒന്നും മാനേജ് ചെയ്യേണ്ട. നമ്മൾ എന്ത് ചെയ്യാം, അവർക്ക് നമ്മുടെ സോഫ്റ്റ്വെയർ നമ്മൾ എന്താണ് നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് ആവശ്യമുള്ളത് അത് അവർ കയ്യിൽ നിന്ന് എന്ത് ചെയ്യുക, സബ്സ്ക്രിപ്ഷൻ ചെയ്തിട്ട് എന്ത് ചെയ്യുക, മേടിക്കുക. അപ്പോൾ റെന്റിന് എന്ത് ചെയ്യുക, അത് മേടിക്കുക, അതെന്ത് ചെയ്യുക, യൂട്ടിലൈസേഷൻ ചെയ്യുക. അത് കഴിഞ്ഞ് എന്ത് ചെയ്യാം, ബാക്കി അതിന്റെ ബിഹൈൻഡിൽ വർക്ക് ചെയ്യുന്ന ഒരു സംഭവം നമ്മൾ എന്ത് ചെയ്യണം, ഫോക്കസ് ഇടുക. നമ്മളൊന്നും ചെയ്യേണ്ട, നമ്മളൊന്നും മാനേജ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എന്ത് സംഭവിക്കുന്നത്, ക്ലൗഡ് സർവീസിന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അപ്പൊ നല്ലൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കുന്നു വിചാരിക്കുന്നു. ഓക്കെ. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പഠിക്കേണ്ടത് ടൈപ്സ് ഓഫ് ക്ലൗഡ് ഡിപ്ലോയ്മെന്റ്, പബ്ലിക് ക്ലൗഡ്, പ്രൈവറ്റ് ക്ലൗഡ്, ഹൈബ്രിഡ് ക്ലൗഡ്. അത് എന്താണെന്നുള്ളത്. ഓക്കെ. ഏത് പർപ്പസിലാണ് യൂട്ടിലൈസേഷൻ ചെയ്യേണ്ടത്, ഏത് ക്ലൗഡാണ് മോസ്റ്റ് വൈഡ്ലി ഇപ്പോൾ യൂസ് ചെയ്യുന്നത് എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്ക്രൈബ് ചെയ്യാം. ഓക്കെ. താങ്ക് യു.